അടുത്തതായിട്ട് സ്റ്റഡി നേഴ്സിംഗ് ഇൻ യു കെയിൽ വന്ന് എങ്ങനെ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് നേഴ്സിംഗ് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ്. അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. സ്റ്റഡി അബ്രോഡ് പരമായ കാര്യങ്ങളും നിങ്ങൾക്ക് യു കെയിലേക്ക് അല്ലെങ്കിൽ ഏത് രാജ്യത്തേക്കുള്ള അഡ്മിഷന്റെ കാര്യങ്ങൾ, അവിടുത്തെ സാധ്യതകൾ, പ്രധാനമായും യു കെയിലെ സാധ്യതകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതും നിയമമാറ്റങ്ങൾ അതെങ്ങനെ നമ്മൾ അഫക്റ്റ് ചെയ്യും, എന്താണ് റിയാലിറ്റി, എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് തിരികെ പോകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നമ്മൾ പറയുന്നത് വെച്ചാൽ BSc നേഴ്സിംഗ് 2025 യു കെയിൽ നിങ്ങൾ എന്താ പറയുക വന്ന് പഠിക്കുക. അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് കാലഘട്ടത്തിൽ നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് യു കെയിൽ BSc നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഉറപ്പായിട്ടും അങ്ങനെ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പൊ നമ്മൾ BSc നേഴ്സിംഗ് യു കെയിൽ എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ കോഴ്സാണ്. ഈ 3 വർഷത്തെ കോഴ്സിൽ പ്രീ രജിസ്റ്റേർഡ് കോഴ്സാണ്. പ്രീ രജിസ്റ്റേർഡ് കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചിരുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ നേഴ്സിംഗ് പഠിച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ നേഴ്സിംഗ് കൗൺസിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ യു കെയിൽ നേഴ്സിംഗ് കൗൺസിൽ ലിസ്റ്റിന് ശേഷം നിങ്ങൾക്ക് സ്ട്രേറ്റ് ആയിട്ട് യു കെയിൽ നേഴ്സായിട്ട് കയറാൻ പറ്റും. ഈ ഒരു കോഴ്സ് ഫ്രീ ആയിട്ട് ചില യൂണിവേഴ്സിറ്റികൾ യു കെയിൽ ഓഫർ ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മളുടെ കൺസൾട്ടൻസി ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യാൻ സ്റ്റുഡൻസിനെ റെഫർ ചെയ്തിരുന്നു. നമ്മുടെ പല സ്റ്റുഡൻസും ചെയ്തിരുന്നു. എങ്കിലും ഇതിനകത്ത് പല കോംപ്ലിക്കേഷനുകളുണ്ട്. ഇവർക്ക് പാസിംഗ് റേറ്റ് വളരെ കുറവാണ്. പല കുട്ടികളും തോറ്റു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. 4ഓളം യൂണിവേഴ്സിറ്റികളുള്ളൂ. ടൈറ്റ് ആയ കോമ്പറ്റീഷനാണ്. അത് വളരെ സങ്കീർണമായ കാര്യമുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ഇപ്പോൾ ഫോക്കസ് ചെയ്യാറില്ല. പകരം നമ്മൾ പെയ്ഡ് ആയിട്ട് BSc നേഴ്സിംഗ് പഠിക്കുന്നതിനാണ് പാസിംഗ് റേറ്റ് കൂടുതൽ കണ്ടുവരുന്നത്, കുട്ടികൾ ജയിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു കുട്ടി യു കെയിൽ വന്ന് 3 വർഷം BSc നേഴ്സിംഗ് പഠിക്കുമ്പോൾ ഒരു വർഷം അവർക്ക് ചെലവാകുന്നത് 11,700 പൗണ്ട് അല്ലെങ്കിൽ 11,000 എന്താ പറയാ നമുക്കൊരു 12 ലക്ഷം രൂപ തൊട്ട് നമുക്ക് 12 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ തൊട്ട് BSc നേഴ്സിംഗ് നമുക്ക് എന്താ പറയുക വിത്ത് IELTS ആൻഡ് വിത്തൗട്ട് IELTS യു കെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 12 ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ എമൗണ്ട് ആയിട്ട് ഒരു വർഷത്തെ ഫീസിന് വേണ്ടി ഒരു +2 കഴിഞ്ഞ കുട്ടിയെ ഇൻവെസ്റ്റ് ചെയ്ത് ചിന്തിക്കും. നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഈ കുട്ടി ഇവിടെ വന്ന് 3 മാസത്തിനുള്ളിൽ ഒരു പാർട്ട് ടൈം ജോബിൽ പ്രവേശിക്കുക എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. 3 മാസത്തേക്കുള്ള ചെലവകാശം കാര്യങ്ങളും ഒക്കെ ഒരു 1 ലക്ഷം രൂപ ആയിട്ടുള്ള എമൗണ്ടും ടിക്കറ്റ്, വിസ കാര്യങ്ങൾ, എന്താ പറയാ മറ്റുള്ള കാര്യങ്ങൾ ഒരു 5 ലക്ഷം രൂപ എടുത്ത് ടിക്കറ്റ്, വിസ, ഇവിടെ വന്നിട്ട് ഒരു മാസത്തെ ചെലവ് കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ കരുതി കൂട്ടുക. പിന്നെ ഒരു വർഷത്തെ ഫീസും ഇത്രയും ഒരു എമൗണ്ട് നമ്മൾ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇവിടെ വന്ന് ഈ ആദ്യത്തെ ഒരു വർഷം 3 മാസത്തിലുള്ള പാർട്ട് ടൈം ജോബിൽ പ്രവേശിച്ച് സുഖകരമായി മുന്നോട്ട് പോവുകയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2ാമത്തെ വർഷത്തെ ഫീസ് ഇൻസ്റ്റാൾമെന്റുകളായിട്ട് അടയ്ക്കാൻ സാധ്യതയുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഈ കുട്ടീനെ കൊണ്ട് ഈ ആദ്യത്തെ വർഷത്തെ 9 മാസം ജോലി ചെയ്തതും ആ അവധിക്കാലവും അത് കഴിഞ്ഞിട്ടുള്ള 12 മാസം കൊണ്ട് 2ാമത്തെ വർഷത്തെ ഫീസ് അടയ്ക്കാൻ പറ്റും. അപ്പൊ ഏകദേശം ഒരു കുട്ടിക്ക് ഒരു 20 സാധാരണക്കാരായ നല്ല പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിക്ക് ഒരു 25 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ സുഖമായി യു കെയിൽ വന്നൊരു BSc നേഴ്സിംഗ് പഠിച്ചിറങ്ങാൻ പറ്റും. ഞാനിവിടെ ഡിഗ്രി കോഴ്സ് ഒരു 4 വർഷം പഠിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്കും കൂടെയാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഒരിക്കലും ഞാൻ വായിച്ചറിഞ്ഞിട്ടില്ല, ഞാൻ അനുഭവിച്ചും ചെയ്തും അറിഞ്ഞതിന്റെ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരു ഡിഗ്രി കോഴ്സ് പഠിക്കാൻ യു കെയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് കഴിവുള്ള 70% കൂടുതൽ മാർക്കുള്ള IELTS 6.5 ഒരു 80% കൂടുതൽ സയൻസ് വിഭാഗത്തിൽ മാർക്കുള്ള കുട്ടികൾക്കാണ് BSc നേഴ്സിംഗ്. 70% മണ്ടയിലേക്ക് സയൻസ് വിഭാഗത്തിൽ മാർക്കുള്ള കുട്ടികൾക്കാണ് BSc നേഴ്സിംഗിന് യു കെയിലേക്ക് നോക്കാൻ പറ്റുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ബാങ്കുകൾ ഈ ഒരു ലോണുകൾ കൊടുക്കും. നിങ്ങൾക്ക് വാർക്ക വീട് മാത്രമാണ് നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ആവശ്യമായിട്ടുള്ള ലോൺ അസിസ്റ്റൻസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആപ്ലിക്കൻ്റ് ആയി കഴിഞ്ഞാൽ മീൻസ് നമ്മുടെ അടുത്ത് ആപ്ലിക്കേഷൻ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺസൾട്ടൻസി ത്രൂ നിങ്ങൾക്ക് ഈ ലോൺ ഗൈഡൻസ് നമ്മൾ തരുന്നു. നിങ്ങൾ യു കെയിൽ എത്തിയിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ള മെന്റിങ് നിങ്ങൾക്ക് തരുന്നു. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഗൂഗിൾ റിവ്യൂസ് നമ്മുടെ ഏജൻസിയുടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഞാൻ മനസ്സിലാവും. ഇതിനെല്ലാമായിട്ട് നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ തരുന്നതായിരിക്കും. അതുവഴി നമ്മുടെ കൺസൾട്ടന്റ് ഡീറ്റെയിൽസ്, നമ്മുടെ സ്റ്റുഡന്റ് റിവ്യൂസ്, പേരൻസിന്റെ റിവ്യൂ വീഡിയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മാത്രം നമ്മുടെ കൺസൾട്ടൻസിയുമായി നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ അതിലും നല്ല കൺസൾട്ടൻസി നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോകൾ നിങ്ങൾ കാണുക, നമ്മുടെ അറിവുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ആ രീതിയിലുള്ള ഗൈഡ് ലൈൻസ് ആണ് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ BSc നേഴ്സിംഗ് ആദ്യത്തെ വർഷം ഈ ഒരു എമൗണ്ടുകളൊക്കെയാണ് ഈ കുട്ടികൾക്ക് ചെലവാകുന്നത്. ഇത് ഈസിയായി ലോണായി ലഭിക്കും. 3ാമത്തെ വർഷം ഈ കുട്ടി പഠിച്ച് പാസ്സാകുമ്പോൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഡ്യൂട്ടി എന്ന് പറയുമല്ലോ BSc നേഴ്സ് സമയത്ത്, അതേപോലെ തന്നെയാണ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. അപ്പൊ ആ പ്ലേസ്മെന്റ് സാധനം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ മോസ്റ്റ്ലി എല്ലാ കുട്ടികൾക്കും ജോലി കിട്ടും. കാരണം ഇവിടെ യു കെ പഠിച്ച് പാസ്സായ കുട്ടികൾക്ക് ഇവിടെ 40,000 പരം വേക്കൻസികൾ അവൈലബിൾ ആണ് ഈ വർഷം. അടുത്ത വർഷം അത് കൂടാനേ സാധ്യതയുള്ളൂ, ഒരിക്കലും അത് കുറയാനുള്ള സാധ്യതകളില്ല. അപ്പൊ നമ്മൾ എന്താണെന്നുണ്ടെങ്കിലും BSc നേഴ്സിംഗ് പഠിക്കാൻ യു കെയിലേക്ക് ഉണ്ടെങ്കിൽ അതൊരു വെർത്ത് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ BSc നേഴ്സിംഗ് പഠിക്കാൻ യു കെയിലേക്ക് വരികയാണെങ്കിൽ നല്ല ലൊക്കേഷനിൽ പഠിക്കാനും
കുറഞ്ഞ ഫീസിൽ പഠിക്കാനും ഏറ്റവും നല്ല സ്കോളർഷിപ്പ്, ഏറ്റവും നല്ല പാർട്ട് ടൈം ഉള്ള മേഖല, ഏറ്റവും കുറഞ്ഞ ഫീസിൽ അക്കോമഡേഷനുകൾ കിട്ടുന്ന സ്ഥലങ്ങൾ, അക്കോമഡേഷൻ അസിസ്റ്റൻസ്, എയർപോർട്ട് പിക്കപ്പ് അസിസ്റ്റൻസ്, പാർട്ട് ടൈം അസിസ്റ്റൻസ്, ഇത്രയും സാധനങ്ങൾ പഠിക്കാൻ താല്പര്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഇന്ത്യൻ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണ്. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ +2 മാർക്കും കാര്യങ്ങളും പറഞ്ഞ്, അല്ലെങ്കിൽ +2 മാർക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞ് ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കുകയാണെങ്കിൽ വളരെയധികം എളുപ്പമായിരിക്കും. ഇന്റർവ്യൂകൾ ഇല്ലാണ്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ, ഇന്റർവ്യൂകളുള്ള യൂണിവേഴ്സിറ്റിയുടെ, IELTS ഉള്ളത്, IELTS ഇല്ലാത്തത്, എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാം. വേറെ മിനിമം സയൻസ് ഗ്രൂപ്പിൽ 70% കൂടുതൽ മാർക്ക് വേണം, അല്ലെങ്കിൽ മാർക്ക് 60% മുകളിലാണെങ്കിലും IELTS വേണം. കാരണം +2 കഴിഞ്ഞിട്ട് മിനിമം ഒരു 3 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം 4 വർഷത്തിനുള്ളിലായിരിക്കണം നിങ്ങൾ ഈ അഡ്മിഷന് വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡൗട്ട് ഇല്ലായിരുന്നു ഉറപ്പായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ BSc നഴ്സിംഗ് മറ്റുള്ള രാജ്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിലേക്ക് നമുക്ക് ഇതിന് ബുദ്ധിമുട്ട് വരുന്നത് വെച്ചാൽ നമുക്ക് ഫണ്ട് കാണിക്കേണ്ടതായിട്ട് വരും. ഈ 3 വർഷത്തെ ഭീമമായ ഫീസിന്റെ തുക മൊത്തം നമ്മൾ സെക്യൂരിറ്റി ആയി കാണിക്കേണ്ടി വരും. അപ്പൊ അതെങ്ങനെ കാണിക്കാം, എങ്ങനെയാണ്? അപ്പൊ നിങ്ങൾക്കൊരു FD കാര്യങ്ങൾ, ഒരു 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയുടെ FD കാര്യങ്ങൾ, ഒരു 40 ലക്ഷം രൂപയുടെ ലോൺ എലിജിബിലിറ്റി കാര്യങ്ങൾ, ഇതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ IELTSും കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലേക്കുള്ള സാധ്യതകളെ പറ്റി നോക്കാം. അതിനെപ്പറ്റിയുള്ള വീഡിയോകൾ പുറകെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള വീഡിയോസുകൾ നിങ്ങൾ കാണുക, അഡ്മിഷനുകൾ എടുക്കുക. അപ്പൊ അടുത്ത് സെപ്റ്റംബർ ഇൻടേക്കിലേക്കാണ് 2025 ആദ്യം +2 കഴിഞ്ഞ കുട്ടികൾക്ക് വരുന്ന അവസരം, പിന്നെ ജാനുവരി ഇൻടേക്കിലേക്കാണ് അവസരങ്ങൾ വരുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നമ്മൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ പരമായ എൻക്വയറീസ് മാത്രമാണ് നമ്മൾ എന്റർടൈൻ ചെയ്യുന്നത്. കാരണം മറ്റുള്ള കൺസൾട്ടൻസി ത്രൂ പോകുന്ന കുട്ടികൾക്ക് കൺസൾട്ടേഷൻ കൊടുക്കുന്ന സമയ സൗകര്യങ്ങൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നമ്മളുമായി താല്പര്യപ്പെടുന്ന നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ്, നമ്മുടെ കൺസൾട്ടൻസിനെ പറ്റി അറിഞ്ഞ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇത്തരത്തിൽ UK വരുന്ന ഡിഗ്രി കോഴ്സുകൾ, മറ്റേതെങ്കിലും കോഴ്സുകളെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. നേഴ്സിംഗ് ഒരു മോസ്റ്റ് വാണ്ടഡ് കോഴ്സ് ആയതാണ് ഞാൻ അതിനെപ്പറ്റി വീഡിയോ സ്പെസിഫൈ ചെയ്തത്. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും BSc നഴ്സിംഗ് UK 2025 2026 നോക്കുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട.